അപ്പൊ എന്താണ് പറയാനുള്ളത്? നേരത്തെ റിയാലിറ്റി ഷോയില് വന്നു, പിന്നെ കഥാപാത്രമായി ചെയ്യുന്നു. കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയുടെ വൈഫാണ്. പേര് രത്നമ്മ ബ്രാഹ്മമുഹൂർത്തം. രത്നമ്മ ബ്രാഹ്മമുഹൂർത്തം. സെയിൽ ടാക്സ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ കുഞ്ഞിലെ തൊട്ട് എനിക്ക് അഭിനയം വലിയ ഇഷ്ടമാണ്. പഠിക്കുന്ന കാലത്ത് കൊച്ചു കൊച്ചു നാടകത്തിലും പിന്നെ മോണാക്ടിലും ഒക്കെ ചേർന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരു കുടുംബത്ത് വന്നു ചേരാൻ പറ്റിയത് വലിയ ഭാഗ്യം. അതുപോലെ ഉള്ള ഒരു ആളിനെയും കിട്ടി. അപ്പം പിന്നെ സിനിമയില് നമ്മളെ അരിസ്റ്റോ സുരേഷിന്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ഒരു തട്ടുകടക്കാരി. അപ്പം തട്ടുകടക്കാരിയാണെങ്കിലും പിന്നെ എല്ലാത്തിനും പ്രതികരിക്കുകയും നല്ലൊരു കഥാപാത്രം. എല്ലാ ആൾക്കാരും എത്തുമല്ലോ അവിടെ. അപ്പൊ എല്ലാരെയും അറിയാം. നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ പിന്നെ നാക്കുയർത്തി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ നല്ലൊരു ഇവരുടെ കോമ്പോ നല്ലതാ. ഇവർക്ക് ഒരു ചായക്കട വെച്ചൊരു പാട്ടൊക്കെ ഉണ്ട്. അത് മാത്രമല്ല അരിസ്റ്റോ സുരേഷ് തന്നെ പാടുന്ന ഒരു നല്ലതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട് രസകരമായിട്ട്. ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഇപ്പൊ മാം സിനിമയില് ഭയങ്കര എന്താ പറയാ സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ. നല്ല തമാശകളും ഉണ്ട്. ചിത്ര സീരിയസ് വെച്ചാൽ അനീതി കണ്ട പ്രതികരിക്കുക. ഇപ്പൊ പക്ഷെ ഭയങ്കര മാത്രമല്ല തെരുവ് നാടകങ്ങളുണ്ട് ഞങ്ങൾക്ക്. മദ്യത്തിനും മയക്കുന്നതിനും തെരുവ് നാടകം. ഈ തെരുവ് നാടകത്തിൽ ഈ മകനും ഭാര്യയും കൂടെ അഭിനയിക്കുക. ഇവർക്ക് പ്രായം ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും നല്ല പ്രായമുണ്ട്. എന്നാലും ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ടൊക്കെ കൊണ്ട് ചെയ്യുന്നത്. ഇവര് സർവീസിലായിരുന്നെങ്കിൽ പോലും ഈ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. അമ്മ ഇങ്ങനെ ഈ അത്തപ്പൂക്കള മത്സരമൊക്കെ വന്നാലും എന്തിന്റെ പാചക മത്സരം എല്ലാത്തിനും പോവുകയും സമ്മാന കൃഷി എന്തിനും റെഡിയാണ്. എഴുത്തുകാരിയാണല്ലോ. ഞാൻ അങ്ങനല്ല, അച്ഛന്റെ കുറച്ച് കലയും വാസന അമ്മയുടെ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നല്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പം പരിപാടി മോണാക്ട് സ്കൂളിലൊക്കെ എല്ലാ സബ് ജില്ലാ തലത്തിലൊക്കെ പോയിട്ടുണ്ട്. കലാതിലകം ആയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പഠിത്തം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ഫീൽഡുമായിട്ട് അധികം ബന്ധമില്ലായിരുന്നു. സൗദിയിലായിരുന്നു, ഗവൺമെന്റ് സർവീസിലായിരുന്നു, നേഴ്സാണ് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ ഒരു 12 വർഷം കഴിഞ്ഞപ്പോ തിരിച്ചെത്തി, റിസൈൻ ചെയ്തു. അപ്പൊ അടുത്ത പോകാനായിട്ട് നിൽക്കുന്നു. ഓസ്ട്രേലിയയുടെ പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് ഈ സിനിമ വന്നത്. അപ്പൊ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ചെറിയ റോള്, ഹീറോയിന്റെ കൂട്ടുകാരിയായിട്ട്. പിന്നെ രസമാണ്, നമുക്കൊരു പുതിയ അനുഭവമായിരുന്നു ആദ്യമായിട്ട് സിനിമ അഭിനയിക്കുന്നതിന്റെ. അതിന്റെ ഒരു ത്രില്ലുണ്ട്. പിന്നെ നന്നായിട്ട് വരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് വന്നിട്ടുണ്ട് സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.